PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 100/2021. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി, ഫസൽ അലി. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ഇരുമ്പുരുക്ക് വ്യവസായം. മൂന്നാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി ആരാണ്? ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, പഴശ്ശിരാജ. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏത്? ഉത്തരം ഓപ്ഷൻ എ, അലഹബാദ് ടു ഹാൽദിയ. അഞ്ചാമത്തെ ചോദ്യം, സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം? സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി, CR ദാസ്, മോത്തിലാൽ നെഹ്റു. ആറാമത്തെ ചോദ്യം, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി എത്രയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി എത്ര? ഉത്തരം ഓപ്ഷൻ ബി, 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഏഴാമത്തെ ചോദ്യം, അഗ്നിപുത്രി എന്ന് വിശേഷിക്കപ്പെടുന്ന ഭാരതീയ വനിത ആരാണ്? അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയ വനിത ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ടെസ്സി തോമസ്. എട്ടാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി, മരുപ്രദേശം. ഒൻപതാമത്തെ ചോദ്യം, ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ബാന്തോങ് സമ്മേളനം. പത്താമത്തെ ചോദ്യം, സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ഏത്? സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ബ്യാരി. 11ാമത്തെ ചോദ്യം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, ഫ്രഞ്ച് വിപ്ലവം. 12ാമത്തെ ചോദ്യം, വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏത്? ഉത്തരം ഓപ്ഷൻ എ, ചിനൂക്ക്. 13ാമത്തെ ചോദ്യം, കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. ഖാരിഫ്, നെല്ല്. അത് ശരിയാണ്. റാബി, പരുത്തി. അത് തെറ്റാണ്. പരുത്തി ഖാരിഫ് വിളയാണ്. റാബി വിളകൾ ഗോതമ്പ്, പയറ്, ബാർലി, കടുക്, പുകയില എന്നിവയൊക്കെയാണ്. സെയ്ദ്, പഴവർഗ്ഗങ്ങൾ. അതും ശരിയാണ്. മുകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? മുകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി. 14ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. 15ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെ? 1, ഭിലായ്, ഒഡീഷ. അത് തെറ്റാണ്. ഭിലായ് ഛത്തീസ്ഗഡ് ആണ്. 2, റൂർക്കേല, ഛത്തീസ്ഗഡ്. അത് തെറ്റാണ്. റൂർക്കേല ഒഡീഷയാണ്. 3, ദുർഗാപൂർ, പശ്ചിമ ബംഗാൾ. അത് ശരിയാണ്. 4, ബൊക്കാറോ, ജാർഖണ്ഡ്. അതും ശരിയാണ്. ശരിയായ ജോഡിയാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി. 16ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക. 1, ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. അത് ശരിയാണ്. 2, പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. അതും ശരിയാണ്. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലും കാണപ്പെടുന്നത്. അതും ശരിയാണ്. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. അത് തെറ്റാണ്.
ജാർഖണ്ഡിലെ ജാറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. മുകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1, 2, 3 ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി. 17ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായി മാറ്റത്തിൽപ്പെടുന്നവ ഏതെല്ലാം? ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായുള്ള മാറ്റത്തിൽപ്പെടുന്നവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1, 2, 3 എന്നിവയാണ്. വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു, കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. 18ാമത്തെ ചോദ്യം, 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടു കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, പഞ്ചാബ് നാഷണൽ ബാങ്ക്. 19ാമത്തെ ചോദ്യം, UNDPയുടെ 2020 റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 131. 2023-24 UNDP റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചിക ഇന്ത്യയുടെ സ്ഥാനം 134. 20ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത് ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1 മാത്രമാണ് ഉൾപ്പെടാത്തത്. ബാക്കിയൊക്കെ ശരിയാണ്. ജാതി, മതം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ. 1 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 21ാമത്തെ ചോദ്യം, കേരള കൃഷി വകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ എയിംസിൻ്റെ പൂർണ്ണരൂപം എന്താണ്? കേരള കൃഷി വകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ എയിംസിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. 22ാമത്തെ ചോദ്യം, കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1, 2, 3 ശരിയായിട്ടുള്ളത്. 1993 ഡിസംബർ 3 നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243K പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നത് കമ്മീഷൻ്റെ പ്രധാന ചുമതലയാണ്. അതാണ് ശരിയായിട്ടുള്ളത്. 23ാമത് ചോദ്യം, കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏത്? 1, 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു. 2, സുരക്ഷായാനം എന്നാണ് ആപ്തവാക്യം. 3, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അതും ശരിയാണ്. 2008 മെയ് 4 കേരളത്തിലെ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. അത് തെറ്റാണ്. 2007 മെയ് 4. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ. 24ാമത്തെ ചോദ്യം, കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചുകൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. 25ാമത്തെ ചോദ്യം, കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ, 2008 ഓഗസ്റ്റ് 11. 26ാമത്തെ ചോദ്യം, കേരളത്തിലെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ സി, ശ്രീ വി ശിവൻകുട്ടി. 27ാമത്തെ ചോദ്യം, 15ാം കേരള നിയമസഭയിലെ വനിതാ MLAമാർ എത്ര? ഉത്തരം ഓപ്ഷൻ ബി, 11. 28ാമത്തെ ചോദ്യം,
ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഇന്ത്യൻ ഭരണഘടന പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. 2. 1977 ജനുവരി 3 മുതൽ പ്രാബല്യത്തിൽ വന്നു. 3. ഭരണഘടനയുടെ 4A ഭാഗത്ത് പ്രതിപാദിക്കുന്നു. അതും ശരിയാണ്. നിലവിൽ 10 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. അത് തെറ്റാണ്. നിലവിൽ 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചുള്ളത്. 1, 2, 3 ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി. 29ാമത്തെ ചോദ്യം. ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? ഉത്തരം ഓപ്ഷൻ എ 58. 30ാമത്തെ ചോദ്യം. ബാദ്ര, നാഗർ ഹവേലി, ദാമർ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി പ്രഫുൽ പട്ടേൽ. 31ാമത്തെ ചോദ്യം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 പേർ അടങ്ങുന്ന സമിതിയാണ്. രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 32ാമത്തെ ചോദ്യം. പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോക്സഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര മന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോക്സഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 91ാം ഭരണഘടനാ ഭേദഗതി. 33ാമത്തെ ചോദ്യം. സ്റ്റേറ്റ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? സ്റ്റേറ്റ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. സ്റ്റേറ്റ് ലിസ്റ്റ് 66 വിഷയങ്ങൾ, യൂണിയൻ ലിസ്റ്റ് 97 വിഷയങ്ങൾ, കൺകറന്റ് ലിസ്റ്റ് 47 വിഷയങ്ങൾ. 34ാമത്തെ ചോദ്യം. ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. 1ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. ബി ലിംഫോസൈറ്റുകൾ ബാക്ടീരിയയെ നശിപ്പിക്കുന്നു. ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. 35ാമത്തെ ചോദ്യം. സർക്കാരിൻ്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശങ്ങൾ ഏവ? സർക്കാരിൻ്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശങ്ങൾ ഏത്? ഉദ്ദേശങ്ങൾ ഏവ? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം. 1 കോർണിയ വരൾച്ച തടയുന്നതിന്, 4 നിശാന്തത തടയുന്നതിന്. 36ാമത്തെ ചോദ്യം. പ്രമുഖ പ്രകൃതിശാസ്ത്രജ്ഞനായ ജോൺ റേയുടെ സംഭാവനകളിൽ ശരിയായവ ഏതെല്ലാം? പ്രമുഖ പ്രകൃതിശാസ്ത്രജ്ഞനായ ജോൺ റേയുടെ സംഭാവനകളിൽ ശരിയായവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ശരിയാണ്. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. 3 18,000-ലധികം സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ച് ഹിസ്റ്റോറിയ പ്ലാന്റോം എന്ന പുസ്തകം പുറത്തിറക്കി. 37ാമത്തെ ചോദ്യം. ചിക്കൻ ബോക്സ് പകർത്തുന്ന സൂക്ഷ്മജീവി ഏതാണ്? ചിക്കൻ ബോക്സ് പകർത്തുന്ന സൂക്ഷ്മാണുജീവി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി വാരിസെല്ല വൈറസ്. 38ാമത്തെ ചോദ്യം. താഴെ പറയുന്ന അസുഖങ്ങളിൽ സൂണോട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന അസുഖം ഏതാണ്? താഴെ പറയുന്ന അസുഖങ്ങളിൽ സൂണോട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന അസുഖം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി എലിപ്പനി. 39ാമത്തെ ചോദ്യം. ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ്? നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 120/80 mm/Hg. 40ാമത്തെ ചോദ്യം. ദേശീയ ആരോഗ്യ ദൗത്യം നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ചത് എന്നാണ്? ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ സി 2013. 41ാമത്തെ ചോദ്യം.
ക്രഷിംഗ് ദ കർവ് താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രഷിംഗ് ദ കർവ് താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, കൊറോണ വൈറസ്. 42ാമത് ചോദ്യം. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിന് അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നു. ഇത് താഴെ തന്നിരിക്കുന്നു ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിന് അടിയിലേക്ക് താഴ്ന്നു പോകുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നു. ഇത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, ബോയിൽ നിയമം. 43ാമത്തെ ചോദ്യം. താഴെ പറയുന്നവൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏത്? 1. ലോഹങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. അത് തെറ്റാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ലോഹങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. അത് ശരിയാണ്. ലോഹങ്ങളുടെ അയോണീകരണ ഊർജം കുറവാണ്. അതും ശരിയാണ്. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് സവിശേഷത അല്ലാത്തത്. 44ാമത് ചോദ്യം. യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക. യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി, ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല. 45ാമത് ചോദ്യം. ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥ ഏതാണ്? ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥ ഏത്? ഉത്തരം ഓപ്ഷൻ സി, ജാൺ ടെല്ലർ മെറ്റൽ. 46ാമത്തെ ചോദ്യം. ലോകത്തിലെ 3ാമത്തെ വലിയ വജ്രം ഖനനം ചെയ്തെടുക്കുന്നത് എവിടെ നിന്നാണ്? ലോകത്തിലെ 3ാമത്തെ വലിയ വജ്രം ഖനനം ചെയ്തെടുത്തത് എവിടെ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ബോട്സ്വാന. 47ാമത് ചോദ്യം. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ പോളിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം എത്രയാണ്? ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ പോളിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്ക് ദൂരം 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി, 24 സെൻറ്റിമീറ്റർ. 48ാമത്തെ ചോദ്യം. ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവ പ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിണ്ഡവും ഭാരവും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവ പ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖ പ്രദേശത്തെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിണ്ഡവും ഭാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. പിണ്ഡം മാറുന്നില്ല, ഭാരം കുറയുന്നു. 49ാമത് ചോദ്യം. പ്രസ്താവന യെസ്. ചലിക്കുന്ന യന്ത്ര ഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്ക് ഘർഷണം കുറയുന്നതിന് വേണ്ടി ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നു. കാരണം ആർ. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. എസും ആറും ശരിയാണ്. എസിനുള്ള ശരിയായ വിശദീകരണമാണ് 6. 50ാമത് ചോദ്യം. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ഗഗൻയാൻ. 51ാമത് ചോദ്യം. ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, GSLV F-10. 52ാമത് ചോദ്യം. ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, PK കാളൻ. 53ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സിനിമയാണ് G. അരവിന്ദൻ സംവിധാനം ചെയ്യാത്തത്? ഉത്തരം ഓപ്ഷൻ ബി, എലിപ്പത്തായം. 54ാമത് ചോദ്യം. 1990 വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ ആരാണ്? 1990 വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ലിയാൻഡർ പേസ്. 55ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥകളിൽ ഉൾപ്പെടാത്തത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥയിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ഓപ്ഷൻ സി, ഏകാന്തപതികൾ. അത് മഹേഷ് പൗലോസിൻ്റെ കൃതിയാണ്. 56ാമത്തെ ചോദ്യം.
1998 ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ട സിനിമാ നടൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി അജയ് ദേവഗൺ. 57-ാമത് ചോദ്യം. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി 3. 58-ാമത് ചോദ്യം. 2020 ഒളിമ്പിക്സ് ഫുട്ബോൾ സ്വർണം നേടിയ ബ്രസീലിന് വേണ്ടി ഗോൾ നേടിയ കളിക്കാരൻ ആരാണ്? 2020 ഒളിമ്പിക്സ് ഫുട്ബോൾ സ്വർണം നേടിയ ബ്രസീലിന് വേണ്ടി ഗോൾ നേടിയ കളിക്കാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി മാൽക്കം. 59-ാമത് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്കാണ്? താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഗേറ്റ്വേ. 60-ാമത് ചോദ്യം. ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതി ഏതാണ്? ഒറിജിനൽ പാസ്വേഡ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഫിഷിംഗ്. 61-ാമത് ചോദ്യം. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏതാണ്? താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ക്യാഷ് മെമ്മറി. 62-ാമത് ചോദ്യം. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവിന് കീഴിൽ 2020 നടത്തിയ വീഡിയോ കോൺഫറൻസിംഗിൽ സൊല്യൂഷൻസ് ഡെവലപ്മെൻറ്റ് ചലഞ്ചിലെ വിജയിയായ കമ്പനി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ടെക് ജൻഷ്യ. 63-ാമത് ചോദ്യം. ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി CDAC വികസിപ്പിച്ചെടുത്ത GNU ഓർ ലിനക്സ് സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ബോസ്. 64-ാമത് ചോദ്യം. 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട് ശരി ഉത്തരം ഏതാണ്? 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട് ശരി ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളതൊഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നതാണ്. 65-ാമത് ചോദ്യം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ആർക്കാണ്? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കും. 66-ാമത് ചോദ്യം. ഏത് നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? ഏത് നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയാൻ നിയമം 1989. 67-ാമത് ചോദ്യം. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിൻ്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് തെറ്റായ ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത് തെറ്റായിട്ടുള്ളത്. 68-ാമത് ചോദ്യം. 2012 ലൈംഗികാതിക്രമത്തിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി എത്രയാണ്? 2012 ലൈംഗികാതിക്രമത്തിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 18 വയസ്സിൽ താഴെ. 69-ാമത് ചോദ്യം. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഉത്തരം ഹീരാലാൽ സമരിയ. 70-ാമത് ചോദ്യം. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി 102-ാം ഭേദഗതി നിയമം 2018. ഈ വീഡിയോയിൽ 70 ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ എക്സാമിനും ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളാണ്. ഇനിയും റിപ്പീറ്റ് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.